ഹലോ ഗൈസ്, വെൽക്കം ടു അതേഴ്സ് വേൾഡ്. ഇന്ന് അഗെയിൻ ഒരു ഷൂട്ട് ഡേ ആണ്. ഇതിനു മുന്നേ ഞാനൊരു ഫോട്ടോഷൂട്ട് നടത്തിയില്ല, ഒരു ഗ്രീൻ സാരി. ആ ചേട്ടൻ തന്നെയാണ് ഇന്ന് ഫോട്ടോഗ്രാഫി. 6:30 കേട്ടോ. ഈ ഷൂട്ട് അന്ന് തന്നെ എടുക്കാന്ന് വിചാരിച്ച ഷൂട്ടായിരുന്നു, പക്ഷെ അന്ന് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. 7 മണിക്കാണ് അപ്പോൾ ഷൂട്ട് ഉള്ളത്. ഇപ്പോൾ 6:30 പക്ഷെ ഇവിടെ അടുത്ത് തന്നെയാണ്. സോ നമുക്ക് 7 മണിക്ക് തന്നെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഷൂട്ട് വ്ളോഗാണ്. ഞാൻ വേറെ കണ്ടന്റ് ഒന്നും എനിക്കില്ല. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് കണ്ടന്റ് യൂസ് ചെയ്യണം? 2 തവണയുണ്ട്. ഇതിൽ ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടിലാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതിലെടുക്കാന്ന്. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലടി, അത് പച്ചയാകുമ്പോ ബാക്ക്ഗ്രൗണ്ടും പാടും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടും പച്ചയും അത് ശരിയാണ്. അപ്പൊ നമ്മള് അതുകൊണ്ട് ഇത് എടുക്കുന്നില്ല. പിന്നെ ഇത് കുറച്ച് വർക്ക് ഉണ്ട്, ഇത് സിമ്പിൾ ആണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ധാവണി മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഇടാച്ചിട്ടാണ്. പിന്നെ വേറെ ധാവണിയൊക്കെ ഉണ്ട്, പക്ഷെ അത് വേണ്ട. വിഷു, ഓണം അതിനൊക്കെ ഓരോന്നിനും തമിഴ്നാട് സ്റ്റൈലില്ല. ഇത് തമിഴ് സോങ്സ് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതൊന്നും നമ്മുടെ മല്ലു ടച്ച് വരുന്നുണ്ട് അതിനൊക്കെ. നോട്ടെ, മുടി കിട്ടിയ നോക്കട്ടെ. ആരെ കെട്ടിക്കൊടുത്ത സാധനം ആണോ അത്? സാധനം എപ്പോഴും കെട്ടാറില്ലല്ലേ? തമ്പി നീറ്റാ പൊന്ന. എന്ത് ചെയ്യണവൻ? ഇപ്പൊ അന്ന് ഞാൻ വേണ്ടല്ലോ വിളിച്ചില്ലെങ്കിൽ നീക്കൂ. അയ്യോ, മുല്ലപ്പ് കാണുന്നുണ്ടോ? എടി, ഒരു സൈഡിക്ക് വെച്ചാ മതിയില്ലേ? ഇപ്പൊ കറക്റ്റ് തമിഴത്തിൽ വെക്കുന്നുണ്ടല്ലേ അമ്മ? കറക്റ്റ് തമിഴ്നാട് സ്റ്റൈല്. തമിഴ് പൊണ്ണ് അങ്ങനെ പറയാ. ആ ലുക്ക് ഉണ്ടല്ലേ. മാല ഇടണോ അതിലേക്ക്? എഴുതണ്ടല്ലേ, അപ്പൊ ആ ലുക്ക് പോയി കിട്ടും. ജസ്റ്റ് വെറുതെ അടിയിൽ മാത്രം എഴുതിയാ. ഹേയ് ഗൈസ്, അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. എന്നൊന്ന് ബാക്ക് ക്യാമറ കാണിച്ച്. ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. കൺകൾ ഞങ്ങളിത് ഇറങ്ങുകയാണ്. ഇന്ന് കാറിലല്ല, ബിക്കോസ് ഇന്നിവിടെ അടുത്തേക്കല്ലേ. സോ കാറിന്റെ ആവശ്യമില്ല, സ്കൂട്ടി മതി. അച്ഛൻ ഞങ്ങളാക്കിയിട്ട് അച്ഛൻ പോവും. അങ്ങനെ വല്യമ്മനാണ്. ഇതാണ് വല്യമ്മ. അമ്മയെ കാണാനില്ല. കുട്ടിനെ പഠിക്കാൻ എടുക്കാറില്ല, എങ്ങനെയാലും ഉപകാരപ്പെടുത്താൻ. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ ആക്ച്വലി ഇതിന് മാച്ച് ഇല്ല, പക്ഷെ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ ഈ ഏരിയ വിട്ടു. അതെ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. മനസ്സിലായി. കൊതുകടി വേറെ എന്തും സഹിക്കാം, പക്ഷെ കൊതുകടി മാത്രം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതാ മൂടി പൊതിച്ചു തുടങ്ങി. ഞാനൊരു കയ്യിലത്തെ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ട്. സ്ലീവ്ലെസ് ഇട്ടിട്ട് ഒരുത്തി വന്നിട്ടുണ്ട്. സൺലൈറ്റ് കുറവാന്നറിയാം ഏരിയയില്. ഫുള്ള് കാടും ഇതൊക്കെ അല്ലേ. പക്ഷെ നമ്മുടെ കഴിഞ്ഞ ഒരു ഷൂട്ട് കാട് പോലെ ഏരിയ ആയിരുന്നു. അപ്പൊ കമന്റ് വന്നിട്ടുണ്ട്, ഇതെന്താ ഫോറസ്റ്റ് ആണോ എന്തോ ചോദിച്ചിട്ട്. സംഭവം ഫോറസ്റ്റ് ആണത്. എന്താണെങ്കിൽ അവിടെ പിന്നെ ആ ഒരു പ്ലേസ് ആണല്ലോ എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് പോയിന്നുള്ളൂ. താഴെ കൊടുക്കാച്ചിട്ടാണ് നടന്നോണ്ടിരിക്കുകയാണ്. ക്യാമറ നന്നായിട്ട് ഇളക്കണ്ടേ. ആണോ? സോറി, ഓൾറെഡി ഇളകൂടി. ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഈ ഒരു ഈ കോസ്റ്റ്യൂം അതായത് എനിക്ക് ഈ ഏരിയ കണ്ടപ്പെട്ടെന്ന് അത് ഓർമ്മ വന്നു. നമ്മള് മറ്റേ സോങ്ങിന്റെ അടുത്ത് എടാ, ഇവിടെ കൊതുകടി കുറച്ച് കുറവുണ്ട് കേട്ടാ. മുഖത്ത് അത്ര ഇല്ലേ. അതെ അതെ, യെസ്. പറയാനാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് നെക്സ്റ്റ് ഷോട്ടിലേക്ക് പോവുകയാണ്. എന്താ കൊറേ നേരമായി ഫോട്ടോ എടുത്തിരിക്കൽ തുടങ്ങിയിട്ട്. ഫോട്ടോസ് അടിപൊളി, ഫോട്ടോസ് മെയിൻ ആണല്ലോ. ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. നമ്മൾ ഇനി വീഡിയോ പടക്കുന്നൊക്കെ എഡിറ്റ് ചെയ്തിട്ട് സൈക്കിൾ ഒപ്പിക്കാനാട്ടോ വേഗം. ഇപ്പൊ എവിടുന്നാടാ? ഒന്ന് വിളിച്ചോക്ക് ശ്യാമേട്ടന്. ഫേസിന്റെ സജഷൻ മാത്രം മതി. എന്ത് കണ്ടിട്ടാ
ഫേസും കാണിക്കാട്ടാ. ഇങ്ങനെയൊക്കെ അല്ലാടാ ആവുക. എങ്ങനെയുണ്ട് നോക്കട്ടെ. ആടെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മളുദ്ദേശിച്ചത് ഇതെന്റെ ഐഡിയ. ഡയറക്ടറാണ് അത് എങ്ങടാ നോക്കേ. എന്താ പറഞ്ഞു വരുന്ന ഹായ്. ഇപ്പൊ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛൻ വന്നിട്ട് സൈക്കിളിന്റെ ഒരു ഷോട്ട് എടുക്കണം. പക്ഷെ സൈക്കിൾ എവിടുന്ന് കിട്ടുന്നു മാത്രം അറിയില്ല. അപ്പൊ നമ്മളത് അന്വേഷിക്കും. പിന്നെ എന്താണെങ്കിൽ പിന്നെ കോവിലമ്പലം അല്ലെങ്കിൽ കുട്ടറക്കാവ് അമ്പലത്തിൽ നിന്ന് ഒരു ഷോട്ട് എടുക്കണം. പിന്നെ ഒരു കട അവിടെ നിന്ന് എടുക്കാണ്ട്. കടയുടെ അവിടെ നിന്ന് ഒരു കട ഉണ്ടെങ്കിൽ നൈസാവും. വിചാരിക്കുന്നു. ഒരു വിന്റേജ് ടൈപ്പാണ് വേണ്ടത്. അങ്ങനത്തെ സൈക്കിൾ അടിപൊളിയാവും. പക്ഷെ അത് ആർക്കെ കണ്ട് ഇങ്ങനെ ഓടിച്ച് പോണ കാണാം. ആകില്ലാണത് ചേട്ടനുണ്ടത്. സോറി. ഇവിടെ എപ്പോഴും വണ്ടി വന്നോണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും വണ്ടി ടോറസ് പോകും. കാരണം അവിടെ ഒരു കോറി ഉണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്താണെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഇത്ര നേരം. ഇവിടുത്തെ ഈ ഒരു ബായുടെ വീട്ടിലത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ബംഗാളികളാണ് അവിടെ ഫുള്ള്. അപ്പൊ അവര് പണിക്ക് പോയ സമയത്ത് നമ്മൾ കേറി. അത് വാതിലൊക്കെ അടിച്ചിട്ട് പോയതാ. നമ്മളാ ഒരു വരാന്തയിൽ നിന്നതാ അവിടെ നിന്നൊക്കെ ഒരു ഷോട്ട് എടുത്തു. പിന്നെന്താ, ഓക്കെ നമ്മളിനി ശ്യാമേട്ടന്റെ അപ്പൂട്ടന്റെ കടയൊക്കെയാണ് ഇനി പോകുന്നത്. ഒരു ഹായ് പറയെല്ലാരും. ഹായ്. അപ്പൊ ഗൈസ് നമ്മളിനി നമ്മുടെ ബാക്കിൽ അവരുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവുകയാണ്. എനിക്കെന്നെ കാണുമ്പോഴേ ചിരി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വരുന്നുണ്ട്. കറുത്ത പോയിട്ടുണ്ട്. ഓ അവിടെയാണല്ലേ. അവിടെ കയറി ഇരിക്കല്ലേ. അങ്കിൾ ഫുഡൊക്കെ കഴിച്ച് വന്നാ മതി. അപ്പൊ ആകാശം എന്താ ഫുഡ് കഴിച്ചിട്ട് പോവാന്നൊക്കെ. ശ്യാമേട്ട ആകാശിന് ഫുഡ് അടിച്ചിട്ട് പോയാ മതി എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ശ്യാമേട്ട നിർബന്ധിക്കാച്ചെങ്കി. ഇപ്പൊ കഴിച്ച സൈക്കിള് കിട്ടിയിട്ടുണ്ട്. അതെ, ബി സീരിയസ്. പോ ചിരിച്ചു നിക്കല്ലേട്ടാ. ആൾക്കാളുടെ സൈക്കിൾ എടുത്ത് പോവാണോ. ക്ലോസ് എടുക്കാണ്ട് ആകാശം ഒന്ന് ചിന്തിക്കേ. ആകാശം മൈൻഡിലൊന്നും വരില്ലട്ടോ. വിശന്നിട്ടാടാ. ആകെ എന്ത് വേണ്ട പറയടാ. നമുക്ക് ശ്യാമേനോട് ഒപ്പിക്കാം. ടയേർഡായി ഗൈസ്. എടി ആകാശിന് ഫുഡ് അടിക്കാത്ത കാരണം കൊണ്ട് വയ്യ. പക്ഷെ ആകാശിന് ഇപ്പൊ പവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കണ്ടാ മതി. കടയാണ് തീം വേണ്ടത്. നമുക്ക് കടയാ വേണ്ടത്. അപ്പൊ നമ്മൾ എന്തെടുക്കുക. കാര്യം ചെയ്യാം. ഗൈസ് മിഠായി വാങ്ങിയിട്ടുണ്ട്.
ആ അപ്പൊ ഇനിയും കിട്ടുമല്ലോ ഒരു കളഞ്ഞമിട്ടായി കഴിഞ്ഞ ഓള് ഫുള്ള് തീറ്റ. പക്ഷെ ഇതിലേക്ക് ഇതാ കയറിയിട്ട് പുളിമിഠായി. ആ ഇനി അത് മതിട്ടാ. അത് നിന്നോട്ടെ അവള് നല്ലത്. എന്താ കാണിച്ചു കവർ ആയിരിക്കും. നൊസ്റ്റ് ഫീൽ അടിക്കണം ഇത് കാണുമ്പോ. ഇത് ഫേവറേറ്റ് ആയിരുന്നു. ബുക്കുണ്ടല്ലോ. ഏയ് അങ്ങനെ കൈസിന്റെ കോലം കണ്ടില്ലേ, നല്ല ടാൻ അടിച്ചിട്ടുണ്ടെന്ന്. അന്നത്തെ ഷൂട്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഡയറക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ ആറ് ഡയറക്ടർ ആക്ച്വലി. നിങ്ങൾ 3 പേരും എന്തൊക്കെയോ, അതെ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ഡയറക്ടർ. ആ സ്വയം പറഞ്ഞാ മതി. നമ്മൾ ഒരു കട്ടനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അതാണെന്ന്. പക്ഷെ ഡെഡിക്കേഷൻ ഞാൻ സമ്മതിച്ചു തരും കേട്ടോ. അങ്ങനെ പറയല അഞ്ചുന്നൊക്കെ സമ്മതിച്ചു തരില്ല അഞ്ചു. അന്നത്തെ സജഷനൊക്കെ ദേവാനന്ദേട്ടനാണ്. അപ്പൊ കമന്റ്സ് ചോദിക്കും അത് ആരാണെന്ന്. അപ്പൊ നമ്മള് അതെ അല്ല ഈ വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും അത് ആരാണെന്ന് സജഷനിലുള്ളത്. ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്.